അത് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോയതുകൊണ്ട് ബി ജെ പിക്കാരെല്ലാം നാളെ മുതൽ കോൺഗ്രസ്സുകാരാകും എന്ന് വിചാരിക്കുന്നതിൽ ഒരു ശുദ്ധമണ്ടത്തരമായിരിക്കും. വയനാട്ടിലും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് വിജയി ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൊട്ടിഘോഷിക്കപ്പെട്ട മാതിരി ഒരു ഭൂരിപക്ഷമൊന്നും പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിലും ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. എന്നാൽ ചേലക്കരയിൽ നമുക്ക് പ്രവചനാതീതം എന്നേ പറയാൻ പറ്റും. എന്നാൽ 20-ാം തീയതി നടക്കുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ വിജയി ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ സന്ദീപ് വാര്യർ UDF കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയതോടുകൂടെ അതിനും ഏതാണ്ട് ഒരു തീരുമാനമായി എന്ന് വേണം നമുക്ക് കരുതാൻ. അതുകൊണ്ട് UDF വിജയം സുനിശ്ചിതമാണെന്നോ BJP പരാജയപ്പെടുമെന്നോ ഒന്നും ഇതിനർത്ഥമില്ല. തികച്ചും അങ്കലാപ്പിലായി പോയിരുന്നു UDF നേതൃത്വം എന്നുള്ളതൊരു സത്യമാണ്. അങ്ങനെ ഒരു പിടിവള്ളി പോലെ സന്ദീപ് വാര്യരെ ഇന്ന് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് കോൺഗ്രസ്സിന് ഒരാശ്വാസമായിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ സന്ദീപ് വാര്യർക്ക് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എന്തെങ്കിലും വോട്ട് കൂട്ടാനായിട്ട് UDF സഹായിക്കാനായി കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. BJPക്കുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അത് ഇവിടെ പാട്ടാണ്. പക്ഷേ അത് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോയതുകൊണ്ട് BJPക്കാരെല്ലാം നാളെ മുതൽ കോൺഗ്രസ്സുകാരാകും എന്ന് വിചാരിക്കുന്നതിൽ ഒരു ശുദ്ധമണ്ടത്തരമായിരിക്കും. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ സ്വപ്നം കാണാം. ഒരുപാട് BJPക്കാർ നാളെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ രാഹുൽ തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നും അവർക്ക് പ്രതീക്ഷിക്കാം. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തുടങ്ങിയത് മുതൽ തന്നെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. കാരണം സരിൻ എന്ന ഒരു കോൺഗ്രസ്സുകാരൻ UDF പാളയം വിട്ട് LDF പാളയത്തിലേക്ക് എത്തുന്നു. അവസാനം ഇപ്പോൾ വന്നു നിൽക്കുന്ന BJPയിൽ നിന്ന് സന്ദീപ് വാര്യർ എന്ന തീപ്പൊരി പ്രാസംഗികൻ UDF അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ വന്നു ചേരുന്നു. വ്യാജ ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട് UDF സ്ഥാനാർത്ഥിയെ പറ്റിയിട്ടുള്ള ആക്ഷേപങ്ങൾ LDF ഉയർത്തുന്നുണ്ട്. അത് അവസാനം വോട്ടർ പട്ടിക തന്നെ വ്യാജമയമാണെന്നുള്ള ആക്ഷേപത്തിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നതാണ് നാം കാണുന്നത്. ഒരു 10 ദിവസം മുമ്പ് വരെ കോൺഗ്രസിനെയും കോൺഗ്രസിൻ്റെ നേതാക്കളെയും രാഹുൽ ഗാന്ധിയെയും നെഹ്റു കുടുംബത്തിനെയും അധിക്ഷേപിച്ചിരിക്കുന്ന ഒരു BJP നേതാവ് ഇന്ന് വാനോളം പുകഴ്ത്തിപ്പെടുകയാണ്. ഞാനാണ് കോൺഗ്രസിൻ്റെ വലിയ യോദ്ധാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പ്രഖ്യാപനം നടത്തുന്ന ചില കാഴ്ചകൾ നമ്മൾ വോട്ടർമാരായ പമ്പര വിഡ്ഢികൾ കാണേണ്ടി വരുന്നു എന്നുള്ള അത്യപൂർവമായ ചില ജനാധിപത്യ കാഴ്ചകളാണ് നാം കാണുന്നത്. ഒട്ടും തന്നെ പ്രാധാന്യമില്ലാത്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് പാലക്കാട്. ഒന്നും തന്നെ കേരള രാഷ്ട്രീയത്തിൽ അതുമൂലം സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പലിനെ ഇവിടെ 5 കൊല്ലത്തേക്ക് തിരഞ്ഞെടുത്തതാണ്. ആരോട് ചോദിച്ചാണ് ഈ മണ്ഡലത്തെ വലിച്ചെറിഞ്ഞ് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോയത്? അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം തങ്ങൾക്കിഷ്ടം പോലെ തങ്ങൾക്ക് തോന്നുന്ന പോലെ എന്തും ചെയ്യുമെന്നും തങ്ങൾ പറയുന്നത് പോലെ എല്ലാം കേൾക്കണം ഈ വോട്ടർമാരെന്നും വാശി പിടിക്കുന്നതിന് മറുപടി കൊടുക്കേണ്ടത് ഈ പാലക്കാട്ടിലെ ജനങ്ങളാണ്. ആ പാലക്കാട്ടുകാർ വോട്ടർമാർ അത് വേണ്ട വിധത്തിൽ നിർവഹിക്കുമെന്ന് മാത്രം പ്രതീക്ഷിക്കുന്നു. ഈ നിയമസഭയുടെ ബാക്കിയുള്ള ഒരു 2 കൊല്ലത്തിൽ താഴെയുള്ള കാലഘട്ടത്തിൽ തങ്ങൾ വോട്ട് ചെയ്താൽ ഏത് സ്ഥാനാർത്ഥിയായിരിക്കും തങ്ങളുടെ മണ്ഡലത്തിലേക്ക് കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ പ്രായോഗികമായി സാധ്യതയുള്ളത് എന്ന് തിരിച്ചറിഞ്ഞു വേണം തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാനായിട്ട്. ഇനിയുള്ള ബാക്കിയുള്ള ഈ പ്രചരണ കാലഘട്ടത്തിൽ പല ചെപ്പടി വിദ്യകളും ഈ രാഷ്ട്രീയ കക്ഷികൾ നടത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ടെന്ന് വോട്ടവകാശമുള്ള ഓരോരുത്തരും തിരിച്ചറിയണം. ഈ പാലക്കാടിനെയും പാലക്കാട് മണ്ഡലത്തെയും അറിയുന്ന, പാലക്കാടിനു വേണ്ടി പ്രവർത്തിക്കാൻ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ വിജയിച്ചു കയറട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സഭ്യമായ ഭാഷയിൽ കമൻ്റായി ഇതിനകത്തിടാം.